ഞാനിപ്പോൾ കാണിച്ച സ്റ്റിക്കേഴ്സ് വെറും 10 രൂപയ്ക്കാണ് കിട്ടിയത് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? എന്നാൽ നിങ്ങൾ വിശ്വസിച്ചേ പറ്റുള്ളൂ. ഈ കാണുന്ന സ്റ്റിക്കേഴ്സ് മുഴുവൻ എനിക്ക് വെറും 10 രൂപയ്ക്കാണ് കിട്ടിയത്. 2025 തുടങ്ങിയ സമയത്ത് ഞാൻ വിചാരിച്ചാണ് ജേണൽ എഴുതാൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ജേണൽ ചെയ്യാൻ എന്തായാലും സ്റ്റിക്കേഴ്സ് വേണമല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഓൺലൈൻ ആയാലും അല്ലെങ്കിൽ പുറത്ത് സ്റ്റോറുകളിലായാലും നോക്കുമ്പോൾ നല്ലൊരു എമൗണ്ട് ഈ സ്റ്റിക്കേഴ്സിന് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എമൗണ്ട് വരാണ്ട് എങ്ങനെ കുറഞ്ഞ ചിലവിൽ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാമെന്ന് നോക്കിയപ്പോഴാണ് ഞാൻ ഈ ഐഡിയ ചെയ്തത്. ഇനി ഈ സ്റ്റിക്കേഴ്സ് എങ്ങനെ ഒപ്പിച്ചെടുത്തു എന്ന് ഞാൻ പറഞ്ഞുതരാം. ക്യാൻവ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ പിക്സ് ഒക്കെ എഡിറ്റ് ചെയ്തത്. ക്യാൻവയിൽ A4 ഷീറ്റിൻ്റെ ഡോക്യുമെൻ്റ് എടുക്കുക, എന്നിട്ട് എലമെൻറ്റ്സിൽ പോയിട്ട് അതിൽ എസ്തറ്റിക് സ്റ്റിക്കേഴ്സ് എന്നോ അല്ലെങ്കിൽ എസ്തറ്റിക് ഫ്ലവേഴ്സ്, ക്യൂട്ട് സ്റ്റിക്കേഴ്സ്, ക്യൂട്ട് ജേണൽ സ്റ്റിക്കേഴ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ കുറേ സാധനങ്ങൾ വരും. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിൽ കൊടുത്തിട്ട് നമുക്ക് വേണ്ട സൈസിൽ അറേഞ്ച് ചെയ്തിട്ട് പിന്നെ ഒരു ഷോപ്പിൽ പോയിട്ട് പ്രിൻ്റ് എടുത്താൽ മതി. ഈ പ്രിൻ്റ് എന്ന് പറയുന്നത് വെറുതെ സാധാ കളർ പ്രിൻ്റ് ആണ്. അതിന് വെറും 10 രൂപ വരുന്നുള്ളൂ. ഒരു ഷീറ്റിന് 10 രൂപ വരുന്നുള്ളൂ. ഒരു ഷീറ്റിൽ ഞാനിപ്പോൾ കാണിച്ച അത്രയും സ്റ്റിക്കേഴ്സ് നമുക്ക് വെക്കാം. ഇനി ഇതിലും കുറച്ചുകൂടി ചെറുതാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ വെക്കാം. വലുതും ചെറുതുമായിട്ട് ഇനിയും കുറേ സ്റ്റിക്കേഴ്സ് വെക്കാൻ പറ്റും കേട്ടോ. അപ്പം ഇങ്ങനെയാണ് ഞാൻ ഈ 10 രൂപയ്ക്ക് ഇത്രയും സ്റ്റിക്കേഴ്സ് ഒപ്പിച്ചെടുത്തത്. ഇനി ഇതല്ലാതെ നമുക്ക് വേറൊരു മെത്തേഡും കൂടെ യൂസ് ചെയ്യാം. നമുക്ക് ഇതേപോലെ തന്നെ A4 ഷീറ്റിൽ നമുക്ക് വരച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. ഇനിയിപ്പോൾ വരയ്ക്കാൻ അറിയാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് അടിപൊളിയാണ്. ഈ സ്റ്റിക്കേഴ്സൊക്കെ വെച്ചിട്ട് നമുക്കിനി അടിപൊളി ജേണൽസ് ഒക്കെ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് എന്തായാലും ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.